എന്താ രാവിലെ തന്നെ ഓഫീസിൽ? ആ ഇന്ന് കോടതിയിൽ ഹിയറിംഗിന് വെച്ചേക്കുന്ന ഒരു കേസില്ലേ, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ക്ലിയർ ചെയ്യേണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകുന്നത്. എൻ്റെ ഒരു കേസിൽ എനിക്ക് വേണ്ടി ഹാജരാകാൻ പറ്റുമോ? സ്വന്തമായി വാദിക്കറോ? LLB കയ്യിലുള്ളതല്ലേ, ഒരു പ്രാക്ടീസ് ആവും. ഇല്ല, ഈ കേസിൽ വേണ്ടത് കോടതിയും വാദമൊന്നുമല്ല. ഏതൊരു കാര്യത്തിനും സാറ് കാണിക്കുന്ന ഡെഡിക്കേഷനാണ്. വലിയ ഡെക്കറേഷനൊന്നും വേണ്ട, കാര്യം പറ, എന്താ സംഭവം? ആദ്യം സാറ് കേസ് ഏറ്റെടുക്കുമെന്ന് പറ. ഓക്കെ, ഏറ്റെടുത്തിരിക്കുന്നു. എന്താ കാര്യം? എന്താ? എൻ്റെ ഒരു കൂട്ടുകാരി മിസ്സായിട്ട് ഇന്നേക്ക് 100 ദിവസമായി. അടിപൊളി. ഒരു 265 ദിവസം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ല, അപ്പോൾ ഒരു കൊല്ലായാലല്ല. ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഞങ്ങൾ തമ്മിൽ ചെറുതിലെ നല്ല സൗഹൃദത്തിലായിരുന്നു. പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ ഒന്നും ആയിട്ടില്ല. കാണാതായ കൂട്ടുകാരിയുടെ പേരെന്താ? അഞ്ജന. അഞ്ജന കൃഷ്ണൻ. അച്ഛൻ കൃഷ്ണൻ, അമ്മയില്ല. ആകെ കൂടെ ഉള്ളൊരു കൂടപ്പിറപ്പ് ചേച്ചി, അത് രഞ്ജിത കൃഷ്ണൻ. സാറിന് ഡീറ്റെയിൽസ് എല്ലാം അറിയാമല്ലേ? ജോലി ഇതായി പോയില്ലേ? എന്തായാലും കേസ് എൻ്റെ അടുത്തെത്തിയ സ്ഥിതിക്ക് ഒരു ചോദ്യം. അഞ്ജനയ്ക്ക് ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനെന്താ പറയാ, അതെനിക്കറിയില്ല. എന്നാൽ ഉച്ച കഴിഞ്ഞ് അവർ വീട്ടിൽ പോകാൻ തയ്യാറായിക്കോ. സമയം കറക്റ്റ് 4 PM. സാർ എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നു. എങ്ങനെ? ഫോണിൻ്റെ ഗാലറിയിൽ ചില ഫോട്ടോസ് വരുന്നുണ്ട്. ആരും എനിക്കങ്ങനെ ഫോട്ടോ അയച്ചിട്ടില്ല. അച്ഛാ, എന്തു പറ്റി അച്ഛാ? നമ്മുടെ അഞ്ചു ഇന്ന് അച്ഛൻ അവളെ സ്വപ്നം കണ്ടു അല്ലേ? അച്ഛാ, അച്ഛങ്ങനെ എപ്പോഴും കിടക്കില്ല അച്ഛാ. ഒന്ന് പറമ്പിലേക്കൊക്കെ ഒന്ന് പോ. അവള് വരും അച്ഛാ, നമ്മുടെ അഞ്ചു വരും. ഇന്ന് 100 ദിവസമായി ഇരുട്ടിനെ പോലും പേടിയുള്ള. അച്ഛന് ഞാൻ ഒരു ചായ എടുക്കാം. അച്ഛാ, ചായ. ചേച്ചി എന്താ മോളെ? ചേച്ചി അപ്പുറത്തുണ്ട്, ഞാൻ ഇത്തിരി മധുരട്ടുണ്ട്, വേഗം കുടിച്ചു. എന്താ സംഭവിച്ചത്? എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. എൻ്റെ മോളെ കണ്ടുപിടിക്കണം. അച്ഛ കരയില്ല അച്ഛാ. ഇപ്പൊ സ്ഥിരം കരച്ചില്ല. ഈ മുറിന്ന് പുറത്തു പോലും പോണില്ല. ഞാനിനി എവിടേക്കാ പോവാ? അന്വേഷിക്കാനൊരു സ്ഥലമില്ല. മകൾ എവിടെയെന്നറിയാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ, അതോ ഒരച്ഛന് ഇതുപോലൊരു ഗതി ഉണ്ടാവരുതേ. കരയില്ല അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. നമ്മുടെ അഞ്ചു വരും. അമ്മയില്ലാത്ത എൻ്റെ 2 മക്കളെ വളർത്തി വലുതാക്കാൻ ഞാൻ കഴിച്ച പാട് കണ്ടുപിടിക്കണം. എനിക്കെന്നെ ആളെ കണ്ടുപിടിക്കണം. അച്ഛാ, അച്ഛാ, അച്ഛനിപ്പോ എങ്ങനെയാ, എന്താ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. രഞ്ജിത്ത് ഒന്ന് പുറത്തേക്ക് വരുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഞ്ജനയ്ക്ക് ആരായിരുന്നു ഏറ്റവും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? അഞ്ജനയെ കാണാതായിട്ടുള്ള ആ അവസാനത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഏതടി കൂട്ടുകാരത്തി? മോളെ, കല്യാണം കഴിഞ്ഞിട്ട് വേണ്ട വരണട്ടാ. ആ ശരി അച്ഛാ. സത്യം പറഞ്ഞോ, എന്താ പരിപാടി? ഓ, എൻ്റെ CAD മൂസേ, ഇത് ചേച്ചിക്ക് അറിയാത്തൊരു കൂട്ടുകാരിത്തിയാ, പേര് നാൻസി. ഞാൻ ഇവിടുന്ന് പോകുന്നു, ഒരു ഗിഫ്റ്റ് മേടിക്കുന്നു, കല്യാണ വീട്ടിൽ ചെല്ലുന്നു, കൊടുക്കുന്നു, പോരുന്നു. അതെ, ചോറും കൂടി നിന്നിട്ട് പോന്നാ മതിട്ടാ. ചോറ് എന്തായാലും തിന്നച്ചാ. ശരി, പോട്ടെ ചേച്ചിയമ്മ. ഓക്കേ.
സാർ എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ? ഫോണിൻ്റെ ഗാലറിയിൽ ചില ഫോട്ടോസ് വരുന്നുണ്ട്. ആരും എനിക്കങ്ങനെ ഫോട്ടോ അയച്ചിട്ടില്ല. എൻ്റെ ഫോൺ ഞാൻ ടെക്നീഷ്യനെ കാണിച്ചു, ബട്ട് ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ല. ദീപ്തി ആ വീട് ആദ്യമായിട്ട് കാണുക എന്നുള്ളത് ഷുവർ അല്ലേ? അതെ സാർ. ദീപ്തിയുടെ ഈ ഫോൺ മറ്റാരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ഏയ് ഇല്ല ഇല്ല. ഇപ്പൊ ഗാലറിയിൽ എത്ര ഫോട്ടോസ് ഇങ്ങനെ ആഡ് ആയിട്ടുണ്ട്? ഇന്ന് വന്ന കണ്ണുനീർത്തുള്ളിയുടെ ഫോട്ടോ അടക്കം 2 എണ്ണം വന്നിട്ടുണ്ട്. 2 എണ്ണം? ഉറപ്പാണോ? അതെ സാർ. ഞാൻ ഒന്നും കൂടി നോക്കാം. സാർ ഒരെണ്ണം കൂടി ഉണ്ട് സാർ. എഴുതിയ കഥ പൂർത്തിയാക്കാത്തതെന്തേ? കഥ എഴുതിയിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്തായിരുന്നു ആ കഥ? ജീവിക്കാൻ ആഗ്രഹിച്ചൊരു പെൺകുട്ടിയെ ചിലർ കൊല്ലുന്നതായിരുന്നു. എന്നിട്ടെന്താ ആ കഥ പൂർത്തിയാക്കാതിരുന്നത്? കഥയിൽ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. പിന്നീട് എനിക്കത് എഴുതാൻ പറ്റിയിട്ടില്ല. സാറിന് ഈ തിരോധാനത്തിൽ വല്ല പങ്കുണ്ടോ? നീ എന്റെ മോളെ നീ എന്നെ നീ വീട്ടിൽ വന്ന് പോന്നപ്പോ മുതൽ എന്റെ മോൾ എന്നോട് പറയണ പോലെ അവളെ കാണാതായതിൽ നിനക്ക് പങ്കുണ്ടെന്ന്. നിനക്കറിയാം എല്ലാം. അറിഞ്ഞോ അറിയാതെയോ ഞാനും അഞ്ജനയുടെ വിഷയത്തിൽ ഇൻവോൾവ്ഡ് ആണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തെറ്റായ രീതിയിലല്ല. എനിക്ക് വേണം എന്റെ മോളെ. ഇതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്താണ് ഈ കാത്തിരിപ്പ്. സഹിക്കാനാവില്ല. എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ എല്ലാം പറയാം. നിങ്ങളുടെ വീട് പണിതിട്ട് എത്ര നാളായി? ഒരു വർഷമായി. ആ വീട് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ആരായിരുന്നു ആ വീട് ഡിസൈൻ ചെയ്തത്? ഞാനും രഞ്ജിതയും കൂടിയാണ് ആ പ്ലാനൊക്കെ തയ്യാറാക്കിയത്. അഞ്ജൻ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവളത് അംഗീകരിക്കും. ആ പിന്നെ ആ തൂണ് പണി കഴിഞ്ഞപ്പോൾ അത് അവളുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് അവൾ ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഒരു കാര്യത്തിനെങ്കിലും അവൾ ഇടപെട്ടല്ലോ. അങ്ങനെ അവളാണ് അത് ഡിസൈൻ ചെയ്തത്. ഇതാണോ ആ ഡിസൈൻ? ഇത് തന്നെ. അഞ്ജനയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നോ? എല്ലാ കാര്യങ്ങളും അവൾ നന്നായി മനസ്സിലാക്കി പഠിക്കുന്ന കൂട്ടത്തിലാണ്. അവൾ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഭാവിയെക്കുറിച്ചുള്ളതായിരിക്കും. പിന്നെ അവൾ പറയുന്ന ചില കാര്യങ്ങൾ ഒരു മുൻകൂട്ടി പ്രവചിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. എന്ത് കാര്യങ്ങൾ? ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ പോണെന്ന് പറയുമ്പോൾ അവൾ പറയും പോണ്ടാച്ചാ നടക്കൂല എന്ന് പറയും. പിന്നെ പോയാൽ നടക്കാറില്ല. പലപ്പോഴും അങ്ങനെയാണ് അവൾ പറഞ്ഞാൽ അങ്ങനെയാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. അഞ്ജനയ്ക്ക് ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെന്താ ചോദിക്കാനുള്ളത്? അവളുടെ ചേച്ചിയല്ല, അവൾക്ക് അമ്മയായിരുന്നു. നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു അവർ. നല്ല സ്നേഹമായിരുന്നു. സാർ കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക് കേൾക്കാമോ? ദീപ്തി അഞ്ജനെ അവസാനമായിട്ട് കണ്ടതെന്നാ? ദീപ്തി ചേച്ചി, ചേച്ചി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എന്താണ് നീ വല്ല പ്രണയത്തിലും വീണോടി? ഒരു ചോദ്യത്തിന് ഉത്തരം മറു ചോദ്യമല്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. പ്രണയിക്കാത്തവരാരോ ഉള്ളത്? എല്ലാവർക്കും പ്രണയം ഉണ്ടാവും. ഉരുളല്ലേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ആരാ കക്ഷി? അതൊക്കെ വിട്. നീ നിന്റെ കാര്യം പറ. എന്താ സംഭവം? എനിക്കൊരാളെ ഇഷ്ടമുണ്ട്, വരുൺ. ഞാൻ അവനോടത് പറഞ്ഞിട്ടില്ല, അവൻ എന്നോടും. പറയാതെ പോകുന്ന സ്നേഹം നഷ്ടപ്പെടലാണ്, പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടപ്പെടൽ.
പോയാലേ ചേച്ചി നമുക്ക് വാങ്ങണം. എനിക്കും ഒരു 2 വീലർ. നിങ്ങൾ എന്തിനായിരുന്നു പിണങ്ങിയത്? അത് വലിയ കാര്യമൊന്നുമില്ല, ചെറിയ എന്തോ. പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ഇതല്ലേ അഞ്ജനയുടെ വീടിൻ്റെ ആ തൂണിൻ്റെ ഡിസൈൻ? ആ സാർ, ഇത് തന്നെ. അപ്പോൾ ആ ഡിസൈൻ അഞ്ജന വരുൺ എന്നായിരുന്നോ? അതുമാത്രമല്ല, ദീപ്തിക്ക് വന്ന ആ ഫോട്ടോയിലെ വരികൾക്കും ഒരു അഞ്ജന ടച്ച് ഉണ്ട്. എങ്ങനെ? എഴുതിയ കഥ പൂർത്തിയാക്കാത്തത് എന്തേ, വാങ്ങണം എനിക്കൊരു 2 വീലർ, രണ്ടും ഒരാളാണ്, അഞ്ജന. ദാറ്റ് മീൻസ് സാറിന് എങ്ങനെ വരുണ പരിചയം? അവൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. പറയാതെ പോയൊരു പ്രണയത്തെക്കുറിച്ച് അവനും പറഞ്ഞിട്ടുണ്ട് എന്നോട്. അഞ്ജനയുടെ അച്ഛനെ വിളി. സാറിനോട് ഇത് പറയാനായിട്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഞാനത് പറയാതിരുന്ന ഞാൻ സാറിനോട് ചെയ്യുന്നൊരു വലിയ തെറ്റായിരിക്കും. അഞ്ജന ഇനി വരില്ല. ആരെന്റെ മോളെ ഇല്ലാതാക്കിയത്? അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ എല്ലാത്തിനും ഉത്തരമുണ്ട്. അവർ വന്നിട്ടില്ല, അവർ വിളിച്ചോട്ടോ. സാറേ, 111 ദിവസമായി എൻ്റെ മോളെ കാണാണ്ടായിട്ട്. ഇനി കാണുമ്പോ എല്ലാം പറയാന്ന് സാറാന്ന് പറഞ്ഞില്ലേ? ആരാ സാറേ എൻ്റെ മോളെ കൊന്നത്? ഇന്ന് ആ കാര്യങ്ങളെല്ലാം അറിയാം. ഇന്നലെ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ മാറിയ ആനന്ദപുരത്ത് ഒരു ആത്മഹത്യ നടന്നുണ്ട്. പേര് സഹദേവൻ. ഒരു ക്രിമിറ്റോറിയത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു. ഈ സഹദേവന് അഞ്ജനയുടെ കൊലപാതകത്തിൽ വലിയൊരു പങ്കുണ്ട്. ആരെൻ്റെ അഞ്ജനെ കൊന്നത്? അതൊക്കെ നമുക്കിപ്പോൾ അറിയാം രഞ്ജു. കുറച്ച് വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ വീടിൻ്റെ തൂണിൻ്റെ ഡിസൈൻ എന്താണെന്നറിയോ രഞ്ജുന്? അഞ്ജനയ്ക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു, വരുൺ. അഞ്ജനയുടെയും വരുണിൻ്റെയും പേരിൻ്റെ ആദ്യ അക്ഷരങ്ങളായിരുന്നു അത്. എൻ്റെ സാറേ വയ്യ. എൻ്റെ മോളെ ആരല്ലാതൊക്കെയെന്ന് പറയൂ. ഭാവിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന അഞ്ജനയ്ക്ക് അറിയാമായിരുന്നു അഞ്ജനയെ ആരാണ് കൊല്ലുക എന്നും. ആ കൊലപാതകം 111ാമത്തെ ദിവസം ഇന്ന് വെളിച്ചത്ത് വരുമെന്നും. ആ ദിവസത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന വെളിപ്പെടുത്തലാണ് നിങ്ങളുടെ വീടിൻ്റെ തൂണിൽ അഞ്ജന എഴുതിയ ഈ 111. കൂടെ അഞ്ജന പറയാൻ മറന്നുപോയ ഒരു പ്രണയവും. ദയവ് ചെയ്ത് പറ, ആരെന്റെ മോളെ? ഇന്നലെ ആത്മഹത്യ ചെയ്ത സഹദേവനെ രഞ്ജുവിന് അറിയോ? ഇല്ലില്ല, എനിക്കൊരാളറിയില്ല. ആദ്യമായി ഞങ്ങൾ രഞ്ജിതയെ കാണുമ്പോൾ അനിയത്തിയെ നഷ്ടപ്പെട്ട ഒരു ചേച്ചിയുടെ വിഷമമായിരുന്നില്ല ആ മുഖത്ത് കണ്ടത്. പകരം അഭിനയം കറക്റ്റായിട്ട് നിർവഹിച്ചു എന്ന ആത്മവിശ്വാസമായിരുന്നു. അഞ്ജനയ്ക്ക് ചേച്ചിയായ തന്നെയാണ് ഇഷ്ടമെന്നുള്ള കാര്യവും രഞ്ജിത മറച്ചു വെച്ചു. എന്തിനായിരുന്നു അത്? അതെന്തോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ മോളെ കൊന്നു ഇവളാണെന്നോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സഹദേവൻ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ സഹദേവനെ കണ്ടിരുന്നു. അവൻ പറഞ്ഞു തന്നോട് അവനുള്ള സ്നേഹവും തനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുന്നുള്ള കാര്യവും. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്യുന്നു ഞാൻ കരുതിയില്ല. കൊന്നത് സഹദേവനാണെന്ന് അവൻ സമ്മതിച്ചു. അത് രഞ്ജിതയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞു. ഇനി രഞ്ജിത പറ, എന്തിനാണ് അനീതിയെ കൊന്നത്? എന്റെ ദൈവം, ഞാൻ എന്തൊക്കെ കേൾക്കാൻ. അച്ഛനൊരാളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായിരുന്നു. പക്ഷെ അവള് ജനിച്ചതുകൂടി ആ സ്നേഹം കുറയുന്നത് ഞാൻ അറിഞ്ഞു. അമ്മയുടെ മരണത്തോടെ അച്ഛൻ എന്നെ തീർത്തും ഒഴിവാക്കണ പോലെ എനിക്ക് തോന്നി.
അച്ഛൻ എനിക്ക് തന്ന സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു, കണ്ണുനീരോടെ. അന്നു മുതൽ ഞാൻ അവളെ വെറുത്തു തുടങ്ങി. എന്നെ സ്നേഹിച്ച സഹദേവൻ എന്നോട് കല്യാണം കഴിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ഒരു കാര്യം മാത്രം പറഞ്ഞോളൂ, അഞ്ജനയെ ഇല്ലാതാക്കണം. പലതവണ ഞാൻ അവൻ നിർബന്ധിച്ചപ്പോൾ അവൻ സമ്മതിച്ചു. ക്രിമിറ്റോറിയത്തിൽ വരുന്ന ഡെഡ് ബോഡികൾ കത്തിക്കുന്നതിനിടയിൽ അവൻ അഞ്ജനയെ ഇല്ലാതാക്കി. ആ കുറ്റബോധം അവനെ വേട്ടയാടിയിരുന്നു ഓരോ നിമിഷവും. അവൻ അതിനുശേഷം ജോലിക്ക് പോയിട്ടില്ല, പോകാൻ അവന് പറ്റിയില്ല. രഞ്ജിതയ്ക്ക് അടുപ്പമുള്ളവരിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ് ഈ രഹസ്യങ്ങൾ പുറത്തു വരാൻ കാരണം. തനിക്ക് അനിയത്തിയോട് സ്നേഹമല്ല വെറുപ്പാണെന്നും സഹദേവൻ എന്നൊരു പ്രണയമുണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് തൻ്റെ ഒരു കൂട്ടുകാരിയില്ലേ രേഖ, അവളാണ്. രേഖ വഴിയാണ് ഞങ്ങൾ സഹദേവനിലേക്ക് എത്തുന്നത്. സഹദേവൻ വഴി ഇപ്പോൾ ഇവിടെ. ഈ അഞ്ജനയുടെ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ലേ വരുൺ, അവൻ എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ പറഞ്ഞിരുന്നു അഞ്ജന അവനോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണോ അയാൾ വഴിയായിരിക്കാം ചിലപ്പോൾ ഇല്ലാതാവുന്നത്. അതാരാണെന്ന് അഞ്ജന വരുണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അഞ്ചു പോയി, ഇനി ഇവളെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. ഇവളെ വെറുതെ വിടണം. അതെങ്ങനെ സാറേ, അത് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണ്ടേ? അഞ്ജനയുടെ ആത്മാവ് എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അവൾ തീരുമാനിക്കട്ടെ ചേച്ചിയെ വെറുതെ വിടണം. അവൾ തീരുമാനിച്ചു ചേച്ചിയെ സ്നേഹിക്കാൻ. ഹലോ, പറഞ്ഞു. രഞ്ജിത ആത്മഹത്യ ചെയ്തു. ഓ, അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് രഞ്ജിത അനീതിനെ സ്നേഹിച്ചല്ലേ? ഓക്കെ. വരുൺ, അഞ്ജലിന് വരില്ല. അവളെ ഇല്ലാതാക്കിയവരെല്ലാവരും ആത്മഹത്യയും ചെയ്തു. ഇനി നീ അവരെ പിന്നാലെ പോകണ്ട. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടം. അവൾക്കോ? അതെനിക്കറിയില്ല. അവൾക്ക് നിന്നെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. ആരും കാണാതെ അവളുടെ വീടിൻ്റെ തൂണിൽ അവൾ ഒരു രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിന്നോടുള്ള പ്രണയമായിരുന്നു. ശ്വാസം കിട്ടാതെ അവസാനമായിട്ട് അവൾ പിടയുമ്പോഴും അവൾ കയ്യിൽ മുറുകെ ഒരു സാധനം പിടിച്ചിരുന്നു. അത് നിന്നോടുള്ള ഈ സ്നേഹമായിരുന്നടാ. അഞ്ജന വരും. മറ്റൊരാൾക്ക് വേണ്ടി സഹദേവൻ അഞ്ജനയെ ഇല്ലാതാക്കിയപ്പോൾ ഇത് മാത്രം അവൻ കളഞ്ഞില്ല. കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ഇതവൻ എനിക്ക് തന്നു. ഇതിന് നിനക്കുള്ളതാണ്, നിൻ്റെ അഞ്ജനയുടെ ഓർമ്മയ്ക്ക്.